നമ്മളിങ്ങനെ നിരന്തരം ഒരു വാർത്തയുടെ ഫോളോ അപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സുപ്രധാനമായ പല വാർത്തകളും ജനം ടി വി ബ്രേക്ക് ചെയ്ത് അതിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കി അതിലൊരു നടപടി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയാണ് ഈ അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലേ. ഇ.ഡി. അന്വേഷണം വളരെ സമഗ്രമായി തന്നെ നടക്കുന്ന ഘട്ടമാണ്. വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഈ അന്വേഷണം പോകുന്നത്. ഏതുവരെ എത്തി ആ ഒരു അന്വേഷണം എന്നുള്ളതാണ് നമുക്ക് ഇനി പരിശോധിക്കേണ്ടത്. ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ. മുഹമ്മദ് നജീബിന്റെ കല്ലഡ്രാസ് മെഡിക്കൽ ടൂറിസത്തിന് പുറമെ ലേക്ക് ഷോറുമായി കമ്മീഷൻ ഇടപാടുകൾ ഉണ്ടായിരുന്ന മറ്റ് ഏജന്റുമാരെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. രോഗികൾക്കായി കമ്മീഷൻ ഇടപാടുകൾ ഉറപ്പിച്ച് ലേക്ക് ഷോറും കല്ലഡ്രാസും ഒപ്പുവെച്ച കരാറിന്റെ പകർപ്പുകൾ ജനം ടി വി നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. എന്തായാലും മിഥുൻ അയ്യപ്പനോട് തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം. മിഥുൻ, ഇ.ഡി. റെയ്ഡിൽ പിടിച്ചെടുത്ത പല സുപ്രധാനമായ വിവരങ്ങളുണ്ട്, രേഖകളുണ്ട്. അതിൽ ഉൾപ്പെട്ടതായിരുന്നു ഈ കരാർ രേഖ. അതിൽ ഈ ഏജന്റുമാർക്കുള്ള കമ്മീഷൻ രേഖകളടക്കം വിവരങ്ങളടക്കം ഈ കരാറിൽ ഉണ്ടായിരുന്നു. അത് വളരെ സമഗ്രമായി തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ വിവരങ്ങൾ എത്തിച്ചതുമാണ്. ഈ അന്വേഷണം ഇപ്പോൾ ലേക്ക് ഷോറിൽ വളരെ കേന്ദ്രീകരിക്കുന്നു, അല്ലെങ്കിൽ ലേക്ക് ഷോറിന് കുരുക്കു മുറുകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇ.ഡി. അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് അങ്ങനെ തന്നെയല്ലേ മിഥുൻ? രാഖി, നമുക്കറിയാം ഈ വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള അവയവ കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള പ്രതിയാണ് മുഹമ്മദ്. പിടിയിലായിട്ടുള്ള പ്രതിയുടെ ഉടമസ്ഥയിലുള്ള ഒരു മെഡിക്കൽ ടൂറിസം സ്ഥാപനമാണ് ഇത്തരത്തിൽ കല്ലട്രാസ് എന്ന് പറയുന്നത്. ഈ കല്ലട്രാസാണ് ഈ ലേക്ക് ഷോറുമായി കരാർ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. ഈ മുഹമ്മദ് ഹനീഫിന്റെ ഈ കമ്പനി കല്ലട്രാസ് ലേക്ക് ഷോറുമായി മാത്രമായിരുന്നില്ല, ഇത്തരത്തിൽ വിവിധ ആശുപത്രികളുമായും കരാറുകൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ലേക്ക് ഷോർ ആശുപത്രി കല്ലട്രാസിന് പുറമെ വിവിധ ഏജൻസികളുമായും വിവിധ കരാറുകൾ ബന്ധപ്പെട്ടിരുന്നു, അതായത് കരാറുകൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കല്ലട്രാസ് ലേക്ക് ഷോറിൽ മാത്രം ഒതുങ്ങുന്നില്ല, ലേക്ക് ഷോറിന് നിരവധി ഏജൻസികൾ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അവയവ കച്ചവടത്തിന് ലേക്ക് ഷോർ ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു എന്ന് വിലയിരുത്താവുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ കരൾ മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള രോഗിയെ എത്തിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള രോഗിയെ എത്തിച്ചു കഴിഞ്ഞാൽ 50,000 രൂപയും ഈടാക്കുമെന്നായിരുന്നു ഈ ഏജൻസികളുമായി ലേക്ക് ഷോർ ആശുപത്രി നടത്തിയിരുന്ന ഒരു ധാരണ എന്നുള്ളത്. ഇത് രേഖാമൂലവും അല്ലാതെ വാക്കാലുമുള്ള ഒരു ഇത്തരത്തിൽ കരാറുകൾ ഏർപ്പെട്ടിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ മറ്റ് ഏജൻസികൾ ലേക്ക് ഷോറുമായി ധാരണ ഉണ്ടാക്കിയിരുന്ന മറ്റ് ഏജൻസികളിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൂടുതൽ വ്യാപിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ അവയവ കച്ചവടത്തിന് ലേക്ക് ഷോർ കേന്ദ്രീകരിച്ച് ഒരു മാഫിയ തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഏജൻസികളിലേക്കുള്ള അന്വേഷണമാണ് എത്തിയിരിക്കുന്നത്. ഇതിനിടെ ബാങ്കിംഗ് രേഖകൾ, അതുപോലെ തന്നെ മറ്റ് ധാരണയുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെയാണ് പരിശോധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ലേക്ക് ഷോറിൽ നടത്തിയ പരിശോധന ഒരുപക്ഷെ നീളാനും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുമുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.